മനുഷ്യൻ ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്യാൻ പ്രാപ്തമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒപ്റ്റിമസ് റോബോട്ട്. ഇലോൺ മസ്ക് എന്തായാലും രണ്ട് കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. കൂടുതൽ കാര്യങ്ങൾ രാഹുൽജി അത് വിശദീകരിക്കും. രാഹുലെ, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ് എന്ന് അറിയുന്നതിനോടൊപ്പം തന്നെയുള്ള ഒരു സംശയം കൂടിയാണ്. ഈ സാങ്കേതിക വിദ്യയൊക്കെ ഇങ്ങനെ അങ്ങ് വളർന്നു വരുമ്പോൾ നമ്മുടെ പണിയൊക്കെ പോവോ? തീർച്ചയായും അങ്ങനൊരു ഭയം എനിക്കുണ്ട്. ഇപ്പോൾ ഒപ്റ്റിമസ് ജെൻ 2-ൻ്റെ വീഡിയോ ആണ് കണ്ടത്. ആദ്യം രണ്ട് വീഡിയോയും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്വയം റോബോട്ട് ഇങ്ങനെ കൈകൾ ഉയർത്തി കാണിക്കുന്നു. ആ ഫെദർ ടച്ചൊക്കെ അതിൽ അറിയാൻ കഴിയും, കാരണം മുട്ട പൊട്ടാതെ എടുക്കുന്നു. അപ്പം ഈ പറയുന്ന രീതിയിൽ ജെൻ 2, ജെൻ 3 ഒക്കെ ആകുമ്പോൾ നമ്മളെ പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ജോലിക്കും നമ്മുടെ ഭാവിക്കും ഒക്കെ ഭീഷണിയാകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവിടെ എല്ലാം പ്രതീക്ഷയുള്ളത് നമ്മൾ ഈ ചിട്ടി റോബോട്ട് ശങ്കറിൻ്റെ സിനിമയിൽ കണ്ടതുപോലെ ഈ വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ, വൈകാരികതയെ കൈകാര്യം ചെയ്യാൻ ഇത് പ്രാപ്തമാകുമ്പോഴായിരിക്കും പൂർണ്ണമായി നമ്മളെ കീഴടക്കുന്ന, നമുക്ക് എന്താ പറയുക, നമുക്കൊരു പ്രതീക്ഷയുള്ളത്, ഒരു പിടിവള്ളി ഉള്ളത് അതിനെ വികാരങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്നൊരു ഘട്ടം മാത്രമാണ്. ഇപ്പം ഈ റോബോട്ട് പ്രതീക്ഷ തന്നെയാണ്. കാരണം പാചകം ചെയ്യുന്നത്, എക്സസൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തിന് എക്സസൈസ് ചെയ്യുന്ന റോബോട്ട്? അതിൻ്റെ ആവശ്യമില്ല. എങ്കിലും ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബോഡിയിലെ പല മസിൽസും ഈ പറയുന്നത് പോലെ എക്സസൈസിൽ ഏർപ്പെടുമ്പോൾ അതിന് പ്രത്യേക മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലും ചെയ്യാൻ കഴിയുന്നു, അതിന് പോലും ശരീരം വഴങ്ങുന്നു എന്നൊക്കെ രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ റോബോട്ട് എക്സസൈസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ പ്രതീക്ഷ ഈ പറഞ്ഞ വികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലാണ്. നമുക്ക് ആ പ്രതീക്ഷയിൽ ജീവിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇലോൺ മസ്ക് ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിനുള്ള ആത്മവിശ്വാസമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആത്മവിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാം. അതെ രാഹുൽ, അത് തന്നെയാണ്. അപ്പോൾ സാങ്കേതിക വിദ്യയൊക്കെ ഇങ്ങനെ വളരട്ടെ അല്ലേ, എപ്പോഴും ഒരേ കാലത്തിൽ തന്നെ പോയിട്ട് കാര്യമില്ല. കാരണം അങ്ങനെയുള്ളൊരു കാലം കൂടിയാണിത്. അപ്പോൾ ആ രീതിയിൽ മെച്ചപ്പെട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ റോബോട്ടിന്റെ കാര്യങ്ങൾ, വിശേഷങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ആശങ്കകളൊക്കെയാണ് രാഹുൽ ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത്.